നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7 ചെങ്ങന്നൂർ സ്വദേശിനിയായ യശോദ എന്ന അമ്മയെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ക്രിയാറ്റിൻ്റെ അളവ് വളരെ കൂടി ദിവസങ്ങളോളം ഐസിയുവിൽ, തുടർന്ന് നിരന്തരമായി ഡയാലിസിസും. രക്ഷപ്പെടുമെന്ന് യാതൊരു വിശ്വാസവുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് അത്ഭുതകരമായി മടങ്ങി വരുന്നു. ഇനിയാണ് യഥാർത്ഥ ടെൻഷൻ തുടങ്ങുന്നത്. എങ്ങനെ ബില്ലടയ്ക്കുമെന്ന്. യശോദയുടെ മകൻ സുമേഷ് അമ്പനാട്ടിനോടുള്ള സുഹൃത്തുക്കളുടെ സ്നേഹപ്രകാരം അവർ നൽകിയ കുറച്ച് പൈസയാണ് ആകെ കയ്യിലുള്ളത്. അത് പക്ഷേ ബില്ലടയ്ക്കാൻ തികയില്ല. ഈ കുടുംബത്തിൻ്റെ വീടാകട്ടെ ജപ്തി ഭീഷണിയിലും നിൽക്കുകയാണ്. വളരെ മോശമായ, വളരെ പരിതാപകരമായ ഒരു സാഹചര്യം. ഈ അവസ്ഥ പുഷ്പഗിരി മാനേജ്മെൻറ്റ് മനസ്സിലാക്കുമോ എന്നൊന്നും അവർക്കറിയില്ല. എങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരെ ഒന്ന് കാണാം എന്ന് തന്നെ കുടുംബം തീരുമാനിച്ചു. അങ്ങനെ പുഷ്പഗിരിയുടെ PRO ആയ ജിജു സാമുവേൽ മുഖേന ഫിനാൻസ് മാനേജരെയും മറ്റ് വൈദികരെയുമൊക്കെ ചെന്ന് കാണുന്നു. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കേട്ട പുഷ്പഗിരി മാനേജ്മെൻറ്റ് അവർ പോലും വിചാരിക്കാത്ത അത്രയും വലിയൊരു തുക ഡിസ്കൗണ്ടായി ചെയ്തു കൊടുക്കുന്നു. തീർന്നില്ല, തുടർ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായവും പുഷ്പഗിരി മാനേജ്മെൻറ്റ് ഇവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. കഴുത്തറപ്പൻ ഹോസ്പിറ്റൽ എന്ന് ചിലരെങ്കിലും വിളിക്കുന്ന പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ യഥാർത്ഥ നന്മയുടെ മുഖമാണിത്. തങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് 10 രൂപയെങ്കിലും ബില്ലിൽ കൂടിയാൽ ആ ബില്ലിൻ്റെ ഫോട്ടോ എടുത്ത് നവമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ച് പുഷ്പഗിരി ഹോസ്പിറ്റലിനെ അവഹേളിക്കുന്നവർക്കിടയിൽ ഇത്തരം നന്മകളുടെ കഥകൾ പറയാൻ ഒരാളും ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് പങ്കുവയ്ക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ തേടി മടങ്ങിയ യശോദയുടെ മകൻ സുമേഷ് അമ്പനാട്ട് പറയുന്നത് കൂടി കേൾക്കുക. നമസ്കാരം. എൻ്റെ പേര് സുമേഷ് അമ്പനാട്ട് എന്നാണ്. എൻ്റെ വീട് ചെങ്ങന്നൂർ. കഴിഞ്ഞ മാസം ഫെബ്രുവരി 7 മുതൽ ഒരു 20 ദിവസം എൻ്റെ അമ്മ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അമ്മയുടെ ക്രിയാറ്റിനെല്ലാം ഒരുപാട് കൂടിപ്പോയി. ആദ്യത്തെ 3-4 ദിവസം വെന്റിലേറ്റർ ICUലൊക്കെ ആയിരുന്നു. അതിനുശേഷം ഡെയിലി ഡയാലിസിസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പം പുഷ്പഗിരി മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടെ അഡ്വാൻസ് പേയ്മെൻ്റ് ഒന്നും ചെയ്യാതെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റൊക്കെ ഡിസ്ചാർജ് വരെ നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും പ്രത്യേകിച്ച് PROയിൽ വർക്ക് ചെയ്യുന്ന ജിജു സാമുവൽ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്തു തന്ന സഹായങ്ങളൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. അതുപോലെ നമുക്ക് മുൻപോട്ടുള്ള ചികിത്സയ്ക്കും ഉതകുന്ന രീതിയിലുള്ള സഹായങ്ങളാണ് അവിടുന്ന് ലഭിച്ചത്. അതുപോലെ പയ്യമ്പള്ളി അച്ഛൻ്റെ ഇടപെടലും നമുക്ക് ഒരുപാട് ഗുണം ചെയ്തു. അവിടുന്ന് ബിൽ എമൗണ്ടിലാണെങ്കിലും ഡിസ്ചാർജ് സമയത്ത് അവർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചതിലും നല്ലൊരു എമൗണ്ട് ഡിസ്കൗണ്ട് തന്നെ ചെയ്തു തരിക അവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സർവീസ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നെല്ലാം നല്ല സഹകരണം തന്നെയായിരുന്നു എല്ലാവരോടും നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. ഒരുപാട് നേഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ 20 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് ചെയ്തത്. പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റ് എല്ലാം നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് കറക്റ്റ് പ്രോപ്പർ ടൈമിൽ തന്നെ നമുക്ക് അവിടെ ഒരു ഡിലേയോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ഡയാലിസിസിൻ്റെ കാര്യങ്ങളും എല്ലായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവിടുത്തെ മാനേജ്മെൻറ്റ് സ്റ്റാഫിനും ഡോക്ടേഴ്സിനും പയ്യമ്പള്ളി അച്ഛനും പ്രത്യേകിച്ച് PRO ജിജു സാമുവിനും ഒരുപാട് നന്ദി, ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്.